കേരളത്തിലെ തൃണമൂൽ കോൺഗ്രസിനെ അടിമുടി മാറ്റാനൊരുങ്ങുകയാണ് പി.വി. അൻവർ. ജില്ലാതലത്തിൽ സംഗമങ്ങൾ വിളിച്ചു ചേർത്ത് പാർട്ടിയെ ശക്തിപ്പെടുത്താനാണ് അൻവറിന്റെ തീരുമാനം. ഇതിന്റെ ഭാഗമായുള്ള ആദ്യ ജില്ലാ സംഗമം നാളെ കാസർഗോഡ് നടക്കും. 14 ജില്ലകളിലും നേതൃസംഗമം നടത്തി ശക്തി തെളിയിക്കാൻ ഒരുങ്ങുകയാണ് പി.വി. അൻവർ. സ്വന്തം പാർട്ടി പ്രവർത്തകർക്കൊപ്പം എല്ലാ പാർട്ടിയിലും ഭിന്നിച്ചു നിൽക്കുന്നവരെ തൃണമൂൽ കോൺഗ്രസിനൊപ്പം നിർത്തുകയെന്ന ലക്ഷ്യത്തോടെയാണ് അൻവറിന്റെ നീക്കങ്ങൾ. സ്വന്തം തട്ടകമായ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് 20,000-ഓളം വോട്ട് നേടി എല്ലാവരെയും ഞെട്ടിച്ച ശേഷമാണ് അൻവർ പുതിയ ദൗത്യത്തിനിറങ്ങുന്നത്. നാളെ വൈകിട്ട് കാഞ്ഞങ്ങാടാണ് കാസർഗോഡ് ജില്ലാ നേതൃസംഗമം നടക്കുക. വിവിധ പാർട്ടികളിൽ അസംതൃപ്തരായവരെ ആകർഷിക്കാനുള്ള തന്ത്രങ്ങൾ സംഗമം ആവിഷ്കരിക്കും. മാർക്സിസ്റ്റ് പാർട്ടിക്കെതിരെ വെല്ലുവിളി ശക്തമാക്കാനും തന്ത്രങ്ങൾ രൂപീകരിച്ചേക്കും. വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ യാത്ര നടത്താനും അൻവറിന് പദ്ധതിയുണ്ട്. കാസർഗോട്ടെ ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാനും ശ്രമം നടത്തും. വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും ശക്തി തെളിയിച്ച് 2026-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF-ൽ എത്തുകയെന്ന തന്ത്രമാണ് പുതിയ നീക്കത്തിനു പിന്നിൽ. കോൺഗ്രസിൽ VD സതീശനെ പിണക്കിയതാണ് തൃണമൂലിന്റെ മുന്നണി പ്രവേശനത്തിന് തടസ്സമായത്. ലീഗിനെ അനുനയിപ്പിച്ച് UDF-ൽ കയറുകയെന്ന വഴിയാകും അൻവർ സ്വീകരിക്കുക. പ്രാഥമിക അംഗത്വം നൽകുന്നതിന് കോൺഗ്രസിൽ ചർച്ച നടന്നിരുന്നുവെങ്കിലും അൻവറിന്റെ ചില പ്രസ്താവനകൾ കാരണം തീരുമാനം നടപ്പിലായില്ല. അൻവറിനെ മുന്നണിയിൽ എടുക്കണമെന്ന കാര്യത്തിൽ കോൺഗ്രസിൽ പിന്തുണ കൂടിയിട്ടുണ്ടെങ്കിലും സതീശനെ വിമർശിച്ച നിലപാടിൽ അയവ് വരാതെ അതിന് മാറ്റം വരാൻ ഇടയില്ല. എന്നാൽ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം സതീശനെതിരെ അൻവർ വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. ന്യൂസ് മലയാളം, കാസർഗോഡ്.